നമസ്കാരം ചേട്ടാ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഏറെക്കുറെ പുറത്തു വരുമ്പോൾ വളരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഫലമാണ് വരുന്നത്. നമ്മൾ ആഗ്രഹിച്ചിരുന്നു, പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇത്തരത്തിലൊരു അട്ടിമറി പ്രതീക്ഷിച്ചിരുന്നില്ല. UDF വൻതോതിലുള്ള ഒരു മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആദ്യം ചർച്ച ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് LDFനെതിരെയുള്ള, ഇടതുപക്ഷത്തിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടത് നേതാക്കളെല്ലാവരും തന്നെ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് വാദിച്ചപ്പോഴും ഉണ്ട് എന്ന് പൊതുജനം തെളിയിച്ചിരിക്കുകയാണ് അല്ലെ? അതെ, മേഘ സൂചിപ്പിച്ച ആ വാക്ക് കൃത്യമാണെന്ന് തോന്നുന്നു. അട്ടിമറി ചെയ്യുന്നത് നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ഒരു തരംഗ സ്വഭാവം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ തരംഗം ഉണ്ടായില്ലെങ്കിൽ പിന്നെ എപ്പോഴെന്ന് ചോദിക്കേണ്ടി വരുമായിരുന്നു. കാരണം തുടർച്ചയായി 9.5 വർഷമായി ഒരു സർക്കാർ ഭരിക്കുന്നു. അതിന്റെ ഭരണവിരുദ്ധ വികാരം, ശബരിമല വിഷയം അടക്കമുള്ള വിഷയങ്ങൾ, അതുപോലെ എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പോലും തിരിച്ചടിച്ചോ എന്ന് സംശയിക്കുന്ന തരത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വരെ, അവിടെ NDA ഉറപ്പിച്ചിരുന്ന ഒരു സ്ഥലത്ത് കേവല ഭൂരിപക്ഷം BJPക്ക് NDAക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, മൊത്തത്തിൽ ഒരു അട്ടിമറി അത് എവിടെയൊക്കെ നടന്നു എന്ന് ചോദിച്ചാൽ ഗ്രാസ് റൂട്ട് ലെവലിൽ വരെ അട്ടിമറി നടന്നു എന്ന് നമുക്ക് കരുതേണ്ടി വരുന്നു. ഇപ്പോ ജില്ലാ പഞ്ചായത്തുകളുടെ കാര്യത്തിലാകട്ടെ, കോർപ്പറേഷനുകളുടെ കാര്യത്തിലാകട്ടെ, ഏറ്റവും പ്രധാനമായി ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യത്തിൽ പോലും വലിയ തിരിച്ചടി LDFന് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഇതേവരെ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഗ്രാമപഞ്ചായത്തിൽ കുറച്ചും കൂടെ കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ 2010 ചരിത്രത്തിലെ ഏറ്റവും വലിയ UDFന് വിജയം നൽകിയ 2010 സംഭവിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് ജില്ലാ പഞ്ചായത്തുകൾ പോലും 7 എന്നൊക്കെ പറയുന്ന ജില്ലാ പഞ്ചായത്ത് കേരളത്തിന്റെ ചരിത്രത്തിലില്ല. 7 ജില്ലാ പഞ്ചായത്തുകൾ UDF ഭരിക്കുന്നു, UDFന്റെ അധീനതയിലേക്ക് 7 ജില്ലാ പഞ്ചായത്തുകൾ പോകുന്നു എന്നുള്ളത് ചരിത്രമാണ്. അതുപോലെ തന്നെ കോർപ്പറേഷനുകളിലെ സത്യത്തിൽ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ കോഴിക്കോട് 1 എന്ന് എഴുതുന്നുണ്ട്. കോഴിക്കോട് ഈ LDFന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ LDFന് വേണ്ടി എഴുതുമ്പോഴും കോഴിക്കോടും കേവല ഭൂരിപക്ഷം ഉണ്ടോ എന്ന് സംശയമുണ്ട്. ഇപ്പോഴും കോഴിക്കോട് 34 സീറ്റുകളോ മറ്റുമാണ് LDF ജയിച്ചു നിൽക്കുന്നത്. അവിടെ എനിക്ക് തോന്നുന്നു 74, ആകെ 74 സീറ്റാണെങ്കിൽ 38 സീറ്റ് വേണം കേവല ഭൂരിപക്ഷത്തിന്. അതുപോലെ NDAക്ക് തിരുവനന്തപുരത്ത് 50 സീറ്റുകൾ, അവിടെ കഴിഞ്ഞ തവണ 100 സീറ്റുകളായിരുന്നെങ്കിൽ ഇത്തവണ 101 സീറ്റുകളുണ്ട്. അവിടെയും കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു സീറ്റ് NDAക്ക് കുറവാണ്. അപ്പൊ ആധികാരികമായി ഈ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയിട്ടുള്ളത് കോർപ്പറേഷന്റെ കണക്ക്, ഓരോ കണക്കുകളായിട്ട് നമ്മൾ എടുത്തു വന്നാൽ കോർപ്പറേഷന്റെ കണക്കിലേക്ക് ആദ്യം പോവുകയാണെങ്കിൽ 4 കോർപ്പറേഷനുകളിൽ ആധികാരിക വിജയമാണ് UDF നേടിയിരിക്കുന്നത്. അതിൽ തന്നെ കൊല്ലം കോർപ്പറേഷനൊക്കെ മറിയുക എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു രാഷ്ട്രീയ സൂചനയല്ല, അത് വളരെ ശക്തമായ ഒരു ട്രെൻഡിന്റെ സൂചനയാണ്. അതുപോലെ തൃശ്ശൂരും എറണാകുളവും പിടിച്ചെടുക്കുന്നു, കണ്ണൂർ നിലനിർത്തുന്നു. അങ്ങനെ വളരെ അതിശക്തമായ ഒരു ഏറ്റവും അടിത്തട്ടിൽ നിന്ന് വലിയ ജനകീയ പിന്തുണ UDFന് ഉണ്ട് എന്ന് കരുതേണ്ടി വരുന്ന തരത്തിൽ കോർപ്പറേഷനുകളിൽ തന്നെ വലിയ അട്ടിമറികൾ, ആദ്യം മേഘ സൂചിപ്പിച്ച പോലെ തന്നെ അട്ടിമറികൾ പ്രതിഫലിക്കുകയാണ്. നമ്മൾ ഈ ആകെയുള്ള സീറ്റുകളിലേക്ക്, ഞാൻ ആകെയുള്ള മെമ്പർമാരുടെ എണ്ണമാണ് പറയുന്നത്. ആകെയുള്ള മെമ്പർമാരുടെ എണ്ണം നമ്മൾ നോക്കുമ്പോൾ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് 17,337 മെമ്പർമാരാണ് ആകെ മെമ്പർമാരെന്ന് പറയുന്നത്. അതിൽ UDF നേടിയിരിക്കുന്നത് 6,614 മെമ്പർമാരെയാണ്. 6,624, ഇപ്പൊ 24ആയി. 6,624 സീറ്റുകൾ. LDFന് 5,508. ഇത് ചരിത്രത്തിൽ എങ്ങും നമ്മൾ കാണുന്ന തരത്തിലല്ല. NDAക്ക് 1,243. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരുമ്പോൾ ആകെയുള്ള 2,267 ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകളിൽ അവിടെയും UDFനാണ് മേൽക്ക്. 891 സീറ്റുകൾ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ UDF വിജയിക്കുകയാണ്. 703 മാത്രമാണ് LDFന്. ജില്ലാ പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ ഞാൻ പറയുന്നത് ജില്ലാ പഞ്ചായത്തുകൾ 7 എന്ന നിലയിൽ നിൽക്കുമ്പോൾ അവിടെയുള്ള സീറ്റുകളുടെ എണ്ണം, ഓരോ ജില്ലാ പഞ്ചായത്തിലെയും സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഈ 14 ജില്ലകളിലായി 346 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുണ്ട്, സീറ്റുകളുണ്ട്. അതിൽ 42 ഇടത്ത് UDF ആണ് ജയിച്ചിരിക്കുന്നത്, 17 ഇടത്ത് മാത്രമാണ് LDF. അപ്പോഴും ഈ ജില്ലാ പഞ്ചായത്തുകളിൽ ഇപ്പോൾ നമ്മൾ കണക്ക് പറയുമ്പോൾ ആ ഒരു ബലാബലം എന്ന് പറയുന്നത് ചിലപ്പോൾ 7 ആയിരിക്കാം, അല്ലെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് UDF അതിൽ ചിലപ്പോൾ 8-6 എന്ന് വന്നാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. ആ നിലയ്ക്കൊക്കെയാണ് ആ ബലാബലം പോകുന്നത്. മുനിസിപ്പാലിറ്റികളിലേക്ക് വരുമ്പോൾ മുനിസിപ്പാലിറ്റികളുടെ എണ്ണത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ ഏതാണ്ട് ബലാബലം ഒപ്പത്തിനൊപ്പമായിരുന്നു. 42-43 ആ നിലയ്ക്കായിരുന്നു LDFും UDFും. പക്ഷേ ഇക്കുറി LDFനെ ബഹുദൂരം അടിച്ച് താഴെ കളഞ്ഞുകൊണ്ടാണ് മുനിസിപ്പാലിറ്റികളുടെ എണ്ണത്തിൽ UDF ഇരച്ചു കയറിയിരിക്കുന്നത്. ആകെയുള്ള 3,240 മുനിസിപ്പൽ
സീറ്റുകളിൽ 1458 UDF നേടിയിരിക്കുന്നു. 1100 മാത്രമാണ് LDF. ഇതും ചരിത്രത്തിൽ നമുക്ക് മുൻപെങ്ങും കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കോർപ്പറേഷന്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആകെയുള്ള 421 സീറ്റുകളാണ് തിരുവനന്തപുരത്തെ 6 കോർപ്പറേഷനുകളിലായിട്ടുള്ളത്. തിരുവനന്തപുരത്ത് 101 അടക്കം ബാക്കിയുള്ള 5 കോർപ്പറേഷനുകളിലെ സീറ്റുകളോട് ചേർത്ത് 421 സീറ്റുകളുണ്ട്, കോർപ്പറേഷൻ വാർഡുകളുണ്ട്. ആ കോർപ്പറേഷൻ വാർഡുകളിൽ 187 ഇടത്താണ് UDF ഇപ്പോ വിജയിച്ചിരിക്കുന്നത്. 124 ഇടത്ത് മാത്രമാണ് LDF. NDA 93 ഇടത്തും നിൽക്കുന്നു. NDAക്ക് കൃത്യമായിട്ട് നമ്മൾ നേരത്തെ വിചാരിച്ചിരുന്നത് പോലെ തന്നെ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്, ആ കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ ജില്ലാ പഞ്ചായത്തുകളിൽ, കോർപ്പറേഷനുകളിൽ, ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം, കൊല്ലവും LDF നിലനിർത്തുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് വരുന്ന പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, അതുപോലെ മലപ്പുറം, വയനാട്, അങ്ങനെയുള്ള ഇടങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നു എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ തവണ ആകെ ഉണ്ടായിരുന്നത് 2020 കോവിഡ് പാൻഡമിക്കിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെറും 3 ജില്ലാ പഞ്ചായത്തുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ 7 എന്ന നിലയിലേക്ക്, ചിലപ്പോൾ 8 ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ നിലയ്ക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് നമ്മൾ കാണുകയാണ്. അപ്പൊ നമ്മൾ ഈ സ്കോർ ബോർഡ് എന്നൊക്കെ പറഞ്ഞ് ചാനലുകൾ കാണിക്കുന്ന കണക്കുകളിലേക്ക് നോക്കുമ്പോൾ സമാനമായ ടെലിവിഷൻ സ്ക്രീനുകൾ നമുക്ക് ചരിത്രത്തിൽ എങ്ങും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് അതിഗംഭീരമായ ഒരു തരംഗം അലയടിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തുകൾ മുതൽ ബ്ലോക്ക് പഞ്ചായത്താകട്ടെ, ജില്ലാ പഞ്ചായത്താകട്ടെ, കോർപ്പറേഷൻ ആകട്ടെ, മുനിസിപ്പാലിറ്റി ആകട്ടെ, അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കൃത്യമായിട്ടും UDF തൂക്കി എന്ന് പറയാവുന്ന ഒരു സാഹചര്യമാണ്. ആമുഖമായിട്ട് അങ്ങനെ മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ മേഡം. അതെ, മുൻപുള്ള ചർച്ചകളിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളതുപോലെ UDF തരംഗം ഇത്തവണ ഉണ്ടാകുമെന്ന് പറഞ്ഞുവെങ്കിലും ഇത്രയധികം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇതിന് പിന്നിൽ നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുതിർന്ന നേതാക്കളുടെ കൃത്യമായ സ്ട്രാറ്റജിയാണ്. അത് രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, കെ മുരളീധരൻ ആയിക്കോട്ടെ, VD സതീശൻ ആയിക്കോട്ടെ, എല്ലാ നേതാക്കളും കൃത്യമായുള്ള സ്ട്രാറ്റജിയുടെ മുൻനിർത്തി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അത് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലെ നമുക്കതൊരു ചെറിയ സൂചന കിട്ടിയിരുന്നു, ഇത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടി തന്നെയാണെന്ന്. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ് വളരെ ഞെട്ടിക്കുന്ന ഒരു കാരണം. BJP മുന്നേറ്റം നടത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുന്നതിന് തൊട്ടു മുന്നേ അദ്ദേഹം പറഞ്ഞിരുന്നു തൃശ്ശൂർ എടുക്കുമെന്ന്. അദ്ദേഹം പറഞ്ഞതുപോലെ തൃശ്ശൂർ എടുത്തു. അതിനുശേഷം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പ്രചാരണം നടത്തുന്നു, എടുക്കുമെന്ന് പറയുന്നു, മോദി വരുമെന്ന് പറയുന്നു. അപ്പോൾ പോലും ഇത്തരത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്കൊപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനു പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? അല്ല മേഘ, മൊത്തത്തിൽ നമ്മൾ ഈ സ്കോർ ബോർഡിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് നോക്കുമ്പോൾ വലിയ ഈ ഭരണവിരുദ്ധ വികാരം അലയടിച്ചിട്ടുണ്ട്. ആ ഭരണവിരുദ്ധ വികാരം പക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് അലയടിക്കുമ്പോൾ അത് UDFന് മാത്രം അനുകൂലമാകുമെന്ന് നമുക്ക് ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. അപ്പൊ ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ ഇറക്കിയെന്ന് പറയുമ്പോഴും തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ ആകെയുള്ള 100 സീറ്റുകളിൽ UDFനുണ്ടായിരുന്നത് വെറും 10 സീറ്റുകൾ മാത്രമാണ്. 35 സീറ്റുകൾ ഉണ്ടായിരുന്നു. UDFന് 10 സീറ്റുള്ളപ്പോൾ കഴിഞ്ഞ തവണ അവിടെ BJPക്ക് 35 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. 52 സീറ്റാണ് LDFന് ഉണ്ടായിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഭരണവിരുദ്ധ തരംഗം അലയടിച്ചാൽ LDFന്റെ സീറ്റുകൾ കുറയുമെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. പലപ്പോഴും നമ്മൾ തിരുവനന്തപുരത്തെ കുറിച്ച് വിചാരിച്ചിരുന്നത് അവിടെ ഒരു ഹാങ്ങിങ് കോർപ്പറേഷൻ വരാനുള്ള സാധ്യതയാണ്, തൂക്ക് കോർപ്പറേഷൻ വരാനുള്ള സാധ്യതയാണെന്നാണ്. കാരണം ഈ അതെ, ഒരു ഘട്ടത്തിൽ ഇന്ത്യ മുന്നണിയാണ് ഭരണത്തിലേക്ക് വരാൻ പോകുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. LDFും UDFും കൈകോർക്കുമെന്നുള്ള തരത്തിലും. എനിക്കതിന്റെ സാധ്യത എത്രത്തോളമാണെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ 50 സീറ്റുകളുണ്ട്. അവിടുത്തെ കൃത്യമായ സീറ്റ് കണക്ക് എന്റെ മുൻപിലില്ല. പക്ഷേ 50 സീറ്റുകൾ എന്ന് പറയുന്നത് ഇനി ഒരു സീറ്റും കൂടെ മതി, BJPക്ക് ഒരു സീറ്റും കൂടി മതി. അത് ഏത് തരത്തിലായിരിക്കും? ഇപ്പൊ ഇത്തരത്തിലുള്ള സമയത്തൊക്കെ ഒരു സീറ്റ്, ഒരു മെമ്പറിനെയൊക്കെ അടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ശ്രമകരമായ കാര്യമൊന്നുമില്ല തിരുവനന്തപുരത്ത് BJPയെ സംബന്ധിച്ച്. അപ്പോ എനിക്കറിയില്ല അതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോ ചിലപ്പോ LDFും UDFും കൂടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൈകോർത്ത് ഭരിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു വ്യക്തത ഇപ്പോഴില്ല. എങ്കിലും എന്തൊരു അത്ഭുതമാണെന്ന് നോക്കൂ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ 35 സീറ്റിൽ നിന്ന് 15 സീറ്റുകൾ പിടിച്ച് BJP 50 സീറ്റിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അത് LDFനെയും UDFനെയും ഒരുപോലെ ഞെട്ടിക്കുന്നതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർഷിപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും പ്രധാനമാണ്. ഇപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമ്പോൾ പോലും തിരുവനന്തപുരം എന്ന് പറയുന്ന ആ കോർപ്പറേഷന്റെ ജുറിസ്ഡിക്ഷനിലേക്ക്, ആ പരിധിയിലേക്ക് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ എന്ന് പറയുന്നത്. അത് ആ കോർപ്പറേഷൻ BJP ഭരിക്കുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ ഒരു BJPയുടെ മേയർ ഉണ്ടാകുന്നു, ഉണ്ടായുള്ള കാര്യമാണ്, ഉണ്ടായുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നു.
അങ്ങനെ ഉണ്ടായാൽ അത് വലിയ സംഭവമാണ്. മാത്രമല്ല ഈ 50 സീറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ LDF-ഉം UDF-ഉം കൂടെ അവിടെ ചേർന്ന് ഭരിച്ചു എന്ന് പറഞ്ഞാൽ പോലും അത് അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഉണ്ടാക്കാവുന്ന ഒരു തെറ്റായ സൂചനയും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. BJPക്ക് വലിയ തോതിൽ മുൻതൂക്കം ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ്. ഇവർ പരസ്പരം ചേർന്ന് ഒരുമിച്ച് ചേർന്ന് ഭരിക്കാനാണെങ്കിൽ പിന്നെ ഇവരെന്തിനാണ് ഈ കേരളത്തിൽ ഇങ്ങനെ നിയമസഭയിലേക്ക് രണ്ട് ചേരികളായിട്ട് ഇങ്ങനെ മത്സരിക്കുന്നത് എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾ, വലിയ രാഷ്ട്രീയ ചോദ്യങ്ങൾ BJP ഉയർത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ അത് മാത്രം എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പുതിയ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജിയും പ്ലാനും ഒക്കെ കൃത്യമായിട്ട് അവിടെ വർക്കൗട്ട് ആയി എന്ന് തന്നെയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭരണവിരുദ്ധ വികാരം തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് അനുകൂലമായി ഭവിച്ചത് BJPക്കാണ് അല്ലെങ്കിൽ NDAക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഇപ്പൊ എങ്ങനെയൊക്കെ തള്ളി 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 വന്നാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചിലപ്പോ അവിടുത്തെ കോർപ്പറേഷന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യവും പൊതുവായ രാഷ്ട്രീയ സാഹചര്യമല്ല, മൊത്തത്തിൽ നിലവിലുള്ള അതിന്റെ ഒരു കിടപ്പ് വെച്ചിട്ട് അവിടെ UDF എങ്ങനെയൊക്കെ തള്ളിക്കേറി വന്നാലും 10-20 സീറ്റിൽ കൂടുതലൊന്നും UDF-ന് ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും പ്രതിഫലിക്കുന്ന ഭരണവിരുദ്ധ വികാരം BJPക്ക് NDAക്ക് അനുകൂലമായി എന്നുള്ളതാണ്. അപ്പൊ ഈ ആകെയുള്ള 6 കോർപ്പറേഷനുകളിൽ 4 UDF എന്ന് പറയുമ്പോൾ വ്യക്തമായ ഭൂരിപക്ഷമാണ് ഈ 4 LDF-നെയും BJP-യും പോലെ കിട്ടുമോ എന്നുള്ള അവസ്ഥയല്ല. അത് കൊല്ലം മുതൽ അത് തുടങ്ങുന്നു. കൊല്ലത്ത്, എറണാകുളത്ത്, തൃശ്ശൂരിൽ, കണ്ണൂരിൽ നമ്മൾ ആ നിലയ്ക്ക് ഈ പറയപ്പെടുന്ന ഇവർ പിടിച്ച 4 കൊല്ലവും എറണാകുളവും തൃശ്ശൂരും കണ്ണൂരും എന്ന് പറഞ്ഞാൽ ആധികാരികമായ ഭൂരിപക്ഷമുണ്ട് UDF-ന്. അപ്പൊ കോർപ്പറേഷന്റെ കാര്യം അങ്ങനെ നിൽക്കുന്നു. മുനിസിപ്പാലിറ്റിയിലേക്ക് വരുമ്പോൾ മേഘ ശ്രദ്ധിക്കേണ്ട കാര്യം, ചരിത്രത്തിൽ ഇന്നേ വരെ ഈ 54 മുനിസിപ്പാലിറ്റി ഒന്നും UDF പിടിച്ചിട്ടില്ല. 54 മുനിസിപ്പാലിറ്റി UDF-ന് 28 ഇടത്, ഏതാണ്ട് പകുതി മാത്രം മുനിസിപ്പാലിറ്റികളിലാണ് LDF-ന് ജയിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ 77 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ UDF വിജയിക്കുമ്പോൾ 64 ഇടത്ത് മാത്രമാണ് LDF. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ 503 ഇടത്താണ് UDF ജയിച്ചത്, 341 ഇടത്ത് മാത്രമാണ് LDF-ന് ജയിക്കാനായത്. അത് മൊത്തത്തിൽ ഒരു തൂത്തുവാരലിന്റെ സ്വഭാവം കാണിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നിൽക്കുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. രണ്ടാമത് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ചയായ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ. എനിക്ക് തോന്നുന്നു അതെ, ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ വന്നപ്പോൾ തന്നെയും അതിനെ മുക്കാൻ രാഹുൽ മാങ്കൂട്ടം വിഷയം അതൊരു പൊളിറ്റിക്കൽ വെപ്പണായി യൂസ് ചെയ്തിരുന്നു. അതൊരു വ്യക്തിയധിഷ്ഠിത പ്രശ്നമായിരുന്നുവെങ്കിൽ പോലും കോൺഗ്രസിനെ താഴെയിറക്കാൻ, കോൺഗ്രസിനെ അടച്ചാക്ഷേപിക്കാൻ അതൊരു വിഷയമായി ഉയർത്തിയെങ്കിൽ പോലും അത് ജനങ്ങൾ മാനിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഫലത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. അതെ, അതൊന്നും ഇവിടെ ഏശിയില്ല. ഗ്രാസ് റൂട്ട് ലെവലില് അല്ലെങ്കിൽ ഏറ്റവും ഗ്രൗണ്ടില് ഇതൊന്നും ഏശിയില്ല എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ അത് തിരിച്ചടിച്ചോ എന്ന് നോക്കി ഫലം കാണുമ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പാലക്കാട് മുനിസിപ്പാലിറ്റി ഒക്കെ BJP ഉറപ്പിച്ചിരുന്ന മുനിസിപ്പാലിറ്റിയാണ്. അവിടെ 3 സീറ്റുകൾ BJPക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ അവിടുത്തെ ഇതര പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റിയിലെയും ഒക്കെ കണക്ക് നോക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പാലക്കാട് പോലും കോൺഗ്രസിന് അനുകൂലമായും നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത്. മറ്റ് 2 മുന്നണികൾക്കും പ്രതികൂലമായി ബാധിച്ചോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നത് അത്തരം ഒരു സാഹചര്യത്തിലാണ്. അല്ലെങ്കിൽ അങ്ങനെ ഈ നമ്മുടെ മുമ്പിലുള്ള ഈ ഡാറ്റ നോക്കുമ്പോഴാണ്. ചരിത്ര വിജയമെന്നോ അട്ടിമറി വിജയമെന്നോ ഒക്കെ പറയാവുന്നത് പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക്, ഏറ്റവും വലിയ ട്രെൻഡിലേക്ക്, ഇങ്ങനൊരു ട്രെൻഡ് നമ്മൾ ഇതിന്റെ മുമ്പൊന്നും കണ്ടിട്ടില്ല, ഏറ്റവും വലിയ ട്രെൻഡിലേക്ക് UDF വരുന്നു എന്ന് പറയുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു നാന്ദിയാകുന്നു, ഒരു സൂചകമാകുന്നു എന്നൊക്കെ വിലയിരുത്തുന്നവരുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്, നമ്മൾ അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. ഇപ്പൊ 2021 പിണറായി 2.0 പിണറായി തിരിച്ചു വരുമ്പോൾ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ട്രെൻഡ് കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. വലിയ വിജയമായിരുന്നു LDF-ന് അനുകൂലമായിട്ടുള്ളത്. പക്ഷേ 4 മാസം അല്ലെങ്കിൽ 5 മാസത്തിനപ്പുറത്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നിരിക്കുകയാണ് നമ്മൾ ഇങ്ങനെ ഇത്ര അമ്പരപ്പിക്കുന്ന ഒരു ടാലി കാർഡ് നമ്മുടെ മുമ്പിലുള്ളത്. ആ ടാലി കാർഡ് കാണുമ്പോൾ അത് കൃത്യമായിട്ടും അടിത്തട്ടിലുള്ള ജനവിഭാഗങ്ങൾക്ക് LDF-ന് എതിരായുള്ള വോട്ടാണ് കൃത്യമായിട്ടും വീണിരിക്കുന്നത്. അതൊരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരിക്കലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അത് പൊതുവെ LDF-ന് അനുകൂലമായി തന്നെ ഓരോരോ ഇപ്പോ ഈ തൊട്ടടുത്ത് തന്നെ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ UDF-ന് മേൽക്കൈയും UDF-ന് വലിയ വിജയവും നേടിക്കൊടുത്തിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ പൊതുവെ LDF-ന് ഒപ്പം നിന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളാണ്. അതുപോലും ആ ജനപിന്തുണ പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ് കോൺഗ്രസിലെ ചില നേതാക്കളെങ്കിലും പറയുന്നത്
പിണറായി സർക്കാരെ നിങ്ങൾ നിലവിൽ ഒരു കെയർ ടേക്കർ ഗവൺമെന്റ് ആണെന്ന് ഓർത്തോളൂ. 5 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതാണ് പ്രതിഫലിക്കുകയെങ്കിൽ 100 സീറ്റിന് പുറത്ത് UDF കേരളത്തിന്റെ ഭരണം പിടിക്കും. കേരളം ഭരിക്കാൻ പോകുന്നു. മറ്റൊരു സംശയം എന്ന് പറയുന്നത് ഈ പൊളിറ്റിക്കൽ വോട്ടുകളെല്ലാം ക്രോഡീകരിക്കുന്നത് ജില്ലാ പഞ്ചായത്തുകളിലാണ് എന്നൊരു തരത്തിലുള്ള ഒരു വാദമുണ്ട്. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ LDF 7 UDF 7 ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഇറങ്ങുന്ന ക്യാപ്സ്യൂളുകൾ അനുസരിച്ച് പൊളിറ്റിക്കൽ വോട്ടുകൾക്ക് കോട്ടം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഇത് വലിയ രീതിയിൽ ബാധിക്കില്ല എന്ന തരത്തിലുള്ള ക്യാപ്സ്യൂളുകൾ ഇറങ്ങിക്കഴിഞ്ഞു. അത് എത്രത്തോളം അതിന് സാധുതയുണ്ട്? അല്ല, ഞാൻ പറയട്ടെ, ജില്ലാ പഞ്ചായത്തുകളിൽ എന്താണ് സംഭവിച്ചത്? 7 ജില്ലാ പഞ്ചായത്ത് ഏതെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF അനുകൂലമായി നിന്നിട്ടുണ്ടോ? ജില്ലാ പഞ്ചായത്തുകളാണ് ഇനിയിപ്പോ ഈ പൊളിറ്റിക്കൽ വോട്ടുകൾ നിർണ്ണയിക്കുന്നത് എങ്കിൽ ആകെയുള്ള 346 ജില്ലാ പഞ്ചായത്ത് സീറ്റുകളാണ്. 14 ജില്ലകളിലായി ആകെയുള്ള 346 ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിൽ നോക്കൂ മേഘ, 43 സീറ്റുകൾ UDF-നാണ്. 43 സീറ്റുകൾ നിലവിൽ ഞാൻ എന്റെ മുമ്പിലുള്ള സ്കോർ ബോർഡ് പ്രകാരം അത് UDF-നാണ്. 19 സീറ്റ് മാത്രമാണ് അവിടെ. എനിക്ക് കണക്കുകൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോ ഈ 7 ജില്ലാ പഞ്ചായത്തുകൾ പിടിക്കുക എന്ന് പറഞ്ഞ ചരിത്രമല്ലേ? 7 ജില്ലാ പഞ്ചായത്തുകൾ, കഴിഞ്ഞ തവണ 3 ജില്ലാ പഞ്ചായത്തുകളായിരുന്നു ഉണ്ടായിരുന്നത്. 11 ജില്ലാ പഞ്ചായത്തുകൾ LDF-ന്റെ സ്വന്തമായിരുന്നു. LDF-ന്റെ കോട്ടകളായ ജില്ലാ പഞ്ചായത്തുകൾ പിടിച്ചെടുക്കുന്നു. പത്തനംതിട്ട പിടിക്കുന്നു, എറണാകുളം പിടിക്കുന്നു, അതുപോലെ ഇടുക്കി, വയനാട്. വയനാടും മലപ്പുറവും ഒക്കെ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന ജില്ലാ പഞ്ചായത്തുകളാണ്. അപ്പൊ അവിടെയൊക്കെ വലിയ ഒരു ഇവിടെ ഇത്തരത്തിൽ ജില്ലാ പഞ്ചായത്തുകൾ തന്നെ പിടിച്ചെടുത്തുകൊണ്ട് ഇനി പൊളിറ്റിക്കൽ വോട്ടുകൾ വീഴുക ജില്ലാ പഞ്ചായത്തുകളിലാണെങ്കിൽ ജില്ലാ പഞ്ചായത്തുകൾ തന്നെ 7 എണ്ണം പിടിച്ചെടുത്തുകൊണ്ടാണ് ഏറ്റവും ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു 7 ജില്ലാ പഞ്ചായത്തുകൾ UDF-ന് ഇതേവരെ കിട്ടിയിട്ടില്ല. അപ്പോ അതാണ് പൊളിറ്റിക്കൽ വോട്ടുകളെങ്കിൽ കൃത്യമായിട്ടും ഇത് LDF-നെ സംബന്ധിച്ച് ലോകോത്തര തിരിച്ചടി എന്നൊക്കെ പറയുന്നത് പോലെ, ചരിത്ര പരാജയം എന്ന് ഒക്കെ പറയുന്നത് പോലെ വിലയിരുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോ 7 ആണോ 8 ആണോ എന്ന് നമുക്കിനി പകുതിയാണോ അതോ ഇനി അതിലും UDF-ന് ഒരു ജില്ലയുടെ മേൽക്കൈ ഉണ്ടാകുമോ എന്ന് പോലും സംശയിച്ചു പോകുന്ന സമയമാണ് എന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്തുകളിലേക്ക് വരുമ്പോ കാസർഗോഡാണ് അത് ഞാൻ പെട്ടെന്ന് ടാലിയൻ പോയി. അപ്പോ ആ നിലയ്ക്കാണ് ഇപ്പൊ ഓരോ മേഖലയിലേക്ക്, ഓരോ ഈ ലോക്കൽ ബോഡിയിലേക്ക്, അത് മുനിസിപ്പാലിറ്റി ആകട്ടെ, പഞ്ചായത്ത് ആകട്ടെ, അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആകട്ടെ, ജില്ലാ പഞ്ചായത്ത് ആകട്ടെ, കോർപ്പറേഷൻ ആകട്ടെ, എല്ലായിടത്തും എവിടെയെങ്കിലും LDF-ന് മേൽക്കൈ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എങ്ങും LDF-ന് മേൽക്കൈയില്ല. ഇത് ചരിത്രത്തിൽ എങ്ങും നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന് ഏറ്റവും പ്രധാന ഭരണവിരുദ്ധ വികാരവും രണ്ടാമത്തേത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമാണ് എന്ന് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രാഥമികമായി പറയാൻ പറ്റും. തീർച്ചയായും. നിയമസഭാ ഇലക്ഷന് തൊട്ട് മുന്നേ ഒരു കർട്ടൻ റൈസർ ആയിരുന്നു നമ്മുടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പതിപ്പോ അല്ലെങ്കിൽ ഇതിന്റെ മെച്ചപ്പെട്ട പതിപ്പോ ആയിരിക്കാം ഇനി നിയമസഭയിൽ കാണുന്നത് എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. പക്ഷേ ഇടത് പാളയങ്ങൾ പറയുന്നത് ഇടത് കോട്ടകൾ പൊളിഞ്ഞു എന്ന് നിങ്ങൾ പറയുമ്പോഴും 6 മാസം ഞങ്ങൾക്ക് മതി, 6 മാസം കൊണ്ട് ഞങ്ങൾ തിരിച്ചു വരും. കൃത്യമായി അവർ തിയറികൾ വരെ മുന്നിലോട്ട് വെക്കുന്നുണ്ട്. ഭിന്നിച്ച് ഭരിക്കൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എങ്കിൽ അതുകൊണ്ട് ഞങ്ങൾ ഇത് അട്ടിമറിക്കും, നിയമസഭയിൽ വീണ്ടും പിണറായി 3.0 വരുമെന്നാണ് ഇപ്പോഴും ഇടതുപാളയങ്ങൾ അവകാശപ്പെടുന്നത്. ഇത് പൊട്ടത്തെറ്റാണ് എന്നുള്ള തരത്തിൽ നമുക്ക് വ്യക്തമാണെങ്കിലും അവർ ഇപ്പോഴും വാദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ല, എനിക്ക് തോന്നുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വരെ ആ വാദം, ആ സംശയം എനിക്ക് തോന്നുന്നു ഒരു വിഭാഗം കോൺഗ്രസ്സുകാർക്ക് പോലും ഉണ്ടായിരുന്നു. പിണറായി 3.0 വരുമോ? പലതരത്തിലുള്ള പ്രശ്നം കോൺഗ്രസിലെ തന്നെ, UDF-ലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നില്ല, കോൺഗ്രസിൽ അതിനകത്ത് തന്നെയുള്ള പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ പോലും 2 തട്ടായിട്ട് കോൺഗ്രസ് നിൽക്കുന്നുണ്ടോ? മുഖ്യമന്ത്രിയാകാനുള്ള ഈ പലരും കുപ്പായം തയ്പ്പിച്ച് കാത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ പിണറായി 3.0 വരാനുള്ള സാധ്യത നമുക്ക് മുമ്പിലുള്ള ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് തൊട്ട് മുൻപ് വരെ അങ്ങനെ സംശയിച്ചിരുന്ന ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ അങ്ങനെയല്ല, പ്രാദേശികമായി ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യരുടെ ജനവികാരം പ്രതിഫലിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നും ഈ സർക്കാരിനെതിരെ കഴിഞ്ഞ 9.5 വർഷമായി തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർക്കാരിനെതിരെ വലിയ തോതിലുള്ള ജനരോഷം, പൊളിറ്റിക്കൽ വോട്ടുകൾ സാധാരണ അത്രയും കൃത്യമായിട്ടൊന്നും ചിലപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ അങ്ങ് പോൾ ചെയ്ത് കാണാറില്ല. പക്ഷെ ഇത് നമ്മൾ ഈ
പറയപ്പെടുന്ന ഓരോ മേഖലയിൽ, ഇപ്പൊ ഏതെങ്കിലും ഒരു മേഖലയിലാണെങ്കിൽ ശരി, കോർപ്പറേഷനുകളുടെ കാര്യം മാത്രമാണെങ്കിൽ ശരി, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തുകൾ മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തുകൾ മാത്രമാണെങ്കിൽ നമുക്ക് പറയാം ഓക്കെ, ആ ഒരു ഏരിയയിൽ മാത്രമാണല്ലോ. ഇത് മൊത്തത്തിൽ എല്ലായിടത്തും UDF മുൻതൂക്കം കൊടുത്തൊരു തെരഞ്ഞെടുപ്പാണ്. അതൊന്ന്. രണ്ട്, ഇനി ഇതിലൊരു ബാലൻസിങ് ആയിരുന്ന റിസൾട്ട് ആയിരുന്നു എന്ന് നോക്കൂ. അതായത് LDF നേരിയ മുൻതൂക്കം ഉണ്ട് എന്ന ഒരു നിലയായിരുന്നെങ്കിൽ പോലും 2026 UDF തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ഫലം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ UDF പിടിച്ചു നിൽക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ഉണ്ട് എങ്കിൽ LDF തരംഗം എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും 2026 UDF തന്നെ അധികാരത്തിൽ വന്നേനെ. അങ്ങനെയാണ് അതിന്റെ ഒരു രീതി. പക്ഷെ ഇവിടെ നമ്മൾ എന്താണ് കാണുന്നത്? സ്വീപ്പിംഗ് വിക്ടറിയാണ്, തൂത്തുവാരിയിരിക്കുകയാണ്. ഈ പറയപ്പെടുന്ന എല്ലാ സീറ്റുകളിലും എല്ലാ ഇടങ്ങളിലും ഈ തൂത്തുവാരൽ നടക്കുമ്പോൾ 4 മാസം കൊണ്ട് ഞങ്ങൾ മറിക്കും, അല്ല 5 മാസം കൊണ്ട് ഞങ്ങൾ മറിച്ച് ജനവിധി 3.0 പിണറായി വരും എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇത് വ്യക്തമായ സൂചനയാണ് നമ്മുടെ മുമ്പിലുള്ളത്. 2026 ഭരണമാറ്റമാണ്. ആ ഭരണമാറ്റം എന്ന് പറയുന്നതിന്റെ കൃത്യമായ ആ ട്രെൻഡ്, ജനങ്ങളുടെ മനസ്സ് എന്താണെന്ന് പ്രതിഫലിക്കുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എന്ന് വ്യക്തമായും പറയാവുന്ന സമയമാണ്. അതെ. ഇടതുപക്ഷം ഈ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ ഇടത് സർക്കാർ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ ഉയർത്തി എന്നുള്ളതാണ്. എന്നിട്ട് ഇത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ലേ എന്നുള്ള ചോദ്യത്തിന് അല്ല, ഇത് നമ്മുടെ കടമയാണെന്ന് പറഞ്ഞ സർക്കാരാണ് ഇടതു സർക്കാർ. പക്ഷേ ഈ ഫലങ്ങൾ പുറത്തു വരുന്ന വേളയിൽ MM മണി പറഞ്ഞൊരു പരാമർശമുണ്ട്. ഞങ്ങൾ തന്നത് വെച്ച് ഭ്രഷ്ടാനം ഭോജിച്ചിട്ട് ശാപ്പാട് കഴിച്ചിട്ട് ഞങ്ങളെ ചതിച്ചില്ലേ എന്ന തരത്തിലുള്ള പരാമർശം. ഇത് പുറത്തു കൊണ്ടുവരുന്നത് ഇവർ നമുക്ക് തന്നത് ഔദാര്യമാണ്, ഇത് നിങ്ങളുടെ അവകാശമല്ല എന്നുള്ളത് തന്നെയല്ലേ? അല്ല, ഈ MM മണി പറയുന്ന കാര്യങ്ങൾക്ക് എത്രത്തോളം CPM-കാർ തന്നെ പ്രാധാന്യം കൊടുക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. MM മണിയുടെ ഒരു രീതി ഇതൊക്കെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു നാട്യ ശൈലി എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും അദ്ദേഹത്തിന് പറയുന്ന കാര്യങ്ങളെ നമ്മൾ അങ്ങനെ തള്ളിക്കളയാറുണ്ട്. ഇപ്പോ അത് അദ്ദേഹം കുറച്ചും കൂടി വല്ലാത്തൊരു ഭാഷയിലാണ്, ആൾക്കാർക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു ഭാഷയിലാണ് പറഞ്ഞത്. നന്നായി ഉണ്ടിട്ടോ അങ്ങനെ എന്തോ, നന്നായി കഴിച്ചിട്ട്, നന്നായി ഭക്ഷണം കഴിച്ചിട്ട് എന്ന നിലയിലായിരുന്നു ആ വാചകം. മൃഷ്ടാന്നം കഴിച്ചിട്ട് അപ്പോ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നു നന്ദികേട് കാണിച്ചോ, അപ്പൊ നന്ദികേട് കാണിച്ചു എന്ന് പറയുന്ന ഒരു പ്രതികരണമായിരുന്നു അത്. അപ്പൊ അതൊരു ഒത്തിരി ജനങ്ങൾക്ക് പൊതുവെ ഇപ്പൊ പ്രത്യേകിച്ച് ഇങ്ങനൊരു റിസൾട്ട്, ആ റിസൾട്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാം ചെയ്തു, ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ജനം നന്ദികേട് കാണിച്ചു, ജനം മൃഷ്ടാന്നം ഉണ്ടു എന്നൊക്കെ പറയുമ്പോൾ താങ്കളുടെ വീട്ടിൽ നിന്ന്, തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ ജനങ്ങൾക്ക് ഓരോ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുന്നത്? താങ്കൾ കേരളത്തിന്റെ രാജാവാണോ, അല്ലെങ്കിൽ താങ്കളുടെ രാജാവായ പിണറായി വിജയൻ കേരളത്തിന്റെ രാജാവാണോ എന്ന് സാധാരണ ജനങ്ങൾ ചോദിച്ചു പോകും. അപ്പൊ ഇതെല്ലാം സർക്കാർ ഖജനാവിൽ നിന്ന് ജനങ്ങളുടെ അവകാശങ്ങൾ, അതാണല്ലോ കൊടുക്കുന്നത്. ഈ ജനത്തിന്റെ നികുതിപ്പണം കൊണ്ടാണ് MM മണിയാകട്ടെ, പിണറായി വിജയനാകട്ടെ, ഈ പറയപ്പെടുന്ന ഈ ജനപ്രതിനിധികളൊക്കെയും, അതിന് കോൺഗ്രസ്സുകാരാകട്ടെ, സകല സുഖലോലുപതയും അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നത്. മന്ത്രിക്കാറും, മന്ത്രിയുടെ ആഡംബര, മുഖ്യമന്ത്രിയുടെ ആഡംബര മന്ദിരവും, അല്ലെങ്കിൽ ഇനിയിപ്പോ MLA എന്നുള്ള നിലയിൽ അവരുടെ ഔദ്യോഗിക വാഹനവും, അവർ സഞ്ചരിക്കുന്നവർക്ക് പെട്രോൾ പോലും അടിക്കുന്നത് നമ്മുടെ നികുതി പൈസയിൽ നിന്നാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ നികുതി പൈസയിൽ നിന്ന് ഈ ജനസേവനം നടത്തുന്ന ഒരു ജനപ്രതിനിധി ജനങ്ങൾ നന്ദികേട് കാണിച്ചു എന്നൊക്കെ പറയുമ്പോൾ സത്യത്തില് താങ്കൾ കാണിച്ച നന്ദികേട്, താങ്കളെയൊക്കെ ഈ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ മുഖത്ത് ആട്ടിത്തുപ്പുകയാണ് വേണ്ടത് എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റു പറയാൻ പറ്റില്ല. അപ്പൊ അത് ജനസേവനം എന്നതിനപ്പുറത്ത് ഇത് ഞങ്ങൾ കുറച്ചു പേര് ഈ മാടമ്പിമാരും നാട്ടുപ്രമാണിമാരുമാണ് എന്ന് വിശ്വസിച്ച് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രായവും അദ്ദേഹത്തിന്റെ ശൈലിയും ഒക്കെ വെച്ചിട്ട് നമുക്കതിനകത്ത് കൂടുതൽ കമന്റ് ചെയ്യാനുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ MM മണി പറഞ്ഞ ചെറ്റത്തരമല്ലേ എന്ന് കോൺഗ്രസ്സുകാർ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് LDF മറുപടി പറയേണ്ടി വരികയും ചെയ്യും. അതെ, തീർച്ചയായും. അപ്പോൾ എന്ത് തന്നെ ആയാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം നമ്മൾ കണ്ടു. UDF തരംഗം തന്നെയായിരുന്നു, വളരെ വലിയൊരു അട്ടിമറി വിജയം തന്നെയായിരുന്നു. ഇനി മുന്നോട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് തന്നെ തുടരുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്ത് തന്നെ ആയാലും ഇടതുപക്ഷം എത്ര ഇല്ല എന്ന് പറഞ്ഞാലും ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി ചേട്ടാ. താങ്ക് യു മേഡം, താങ്ക് യു.